Guys, എന്താണ് എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ക്വിസാണ്. ജനറൽ നോളജ് അല്ല, ജനറൽ നോളജ് ആണെങ്കിൽ എനിക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ ഞാൻ കുത്തിയിരുത്തി പഠിപ്പിച്ചിട്ടാണ് വലിയ ക്വിസറായത് കേട്ടോ. അപ്പം ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയുള്ള ഒരു ക്വിസാണ്. ഒരു അമ്മയും മക്കൾക്കും ഒരു ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് അവർക്കൊക്കെ ഈ ക്വിസ് പറ്റും. അതൊക്കെ തുടങ്ങിയതാ. തുടങ്ങാം. നീ കുറച്ച് സൗണ്ടിൽ പറയാം. വണ്ടി ഓണോ? നിങ്ങളിൽ ആർക്കാണ് ഹ്യൂമർ സെൻസ് കൂടുതലുള്ളത്? എനിക്കല്ലേ. എന്റെ മകനായതുകൊണ്ട് കുറച്ച് ഇവന് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ആർക്കാണ് ചിരിയൊരു ദൗർബല്യം? എനിക്കായിരിക്കും. എന്റെ ചിരി ചിലപ്പോ വിട്ടെടുക്കുക. എല്ലാരും പറയുന്നത് അങ്ങനെ ചിരിക്കുന്ന കാരണം ഞാൻ നിർത്താതെ ചിരിക്കത്തില്ലേ. അപ്പൊ എല്ലാരും പറയും എന്റെ ചിരി ഞരമ്പ് വിട്ടെടുക്കുക. നിങ്ങളിൽ ആരാണ് ഫുഡി? ആരാണ് കൂടുതൽ കരയുന്നത്? അമ്മയായിരിക്കും കൂടുതൽ അറിയണത്. ചിരിയും കരച്ചിലും എനിക്കൊരു ദൗർബല്യമാണ്. ആരാണ് പേടിത്തൊണ്ടൻ അല്ലെങ്കിൽ പേടിത്തൊണ്ടി? നീ എന്താടാ എല്ലാ ആൻസറും എനിക്ക് വരുന്നത് തന്നെ അവിടെ എഴുതി വെച്ചേക്കുന്നത്? ഇനിയുണ്ട്. ആരാണ് കൂടുതൽ പോസിറ്റീവ്? എനിക്ക് പറ്റിയ ചോദ്യമല്ലേ. ഇവൻ ഇങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പിന്നെ കുലുങ്ങത്തില്ല, പോസിറ്റീവായിട്ട് നിൽക്കും. പണ്ടല്ല, ഇപ്പം പണ്ട് ഇവനും ഭയങ്കര നെഗറ്റീവായിട്ട് ചോദിച്ചിരിക്കുന്ന ടൈപ്പാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലേ. ഞാനാണെങ്കിലും നെഗറ്റീവാണ്. ഇവ ഭയങ്കര ഒടുക്കത്തെ മോട്ടിവേഷൻ അപ്പൂപ്പനായിട്ടൊക്കെ വരും. അപ്പൂപ്പൻ മോട്ടിവേഷനൊക്കെ ആയിട്ടൊക്കെ ഏറ്റെടുത്ത് വരും. ആർക്കാണ് ക്ഷമ കൂടുതൽ? ക്ഷമ ചച്ചുവിനാണ് ക്ഷമ കൂടുതൽ. അമ്മയ്ക്കുണ്ട് ക്ഷമ? ഇല്ല, ക്ഷമയുണ്ട്, പക്ഷെ ക്ഷമ കുറച്ചുകൂടെ കൂടുതൽ ചച്ചുവിനാണ്. അടുത്ത ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ടോക്കറ്റീവ്? ടോക്കറ്റീവ് ഞാനായിരിക്കും. പക്ഷെ ചില എന്താ പറയുക, ഇപ്പൊ ഇന്ന് മുഴുവൻ ഒന്നാം ലോക മഹായുദ്ധം കേട്ട് രണ്ടാം ലോക രണ്ടാം ലോക മഹായുദ്ധമൊക്കെ കേട്ട് എൻ്റെ തല പെരുത്തിരിക്കും. എൻ്റെ ഫേസ് നോക്കിയാൽ അറിയാം. എനിക്ക് പണ്ട് സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ് പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. എന്നോട് അവൻ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം പറഞ്ഞൊരു ഫേസ് ഇരിക്കുന്ന കണ്ട തലവേദനയായിരുന്നു ഇരിക്കുന്നത്. ആർക്കാണ് കൂടുതൽ ബുദ്ധി? അത് ഇവനിയാട്ടാ. ഇവര് അച്ഛനും മോനും പറഞ്ഞോണ്ടിരിക്കണ ഞാൻ മന്ദബുദ്ധിയാന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇവർക്കാട്ടാ മാർക്ക് വെച്ച് നോക്കുമ്പോ ഇവർക്കാ ഭയങ്കര ബുദ്ധി. കാരണം ഇവരുടെയൊക്കെ മാർക്ക് 50-ൽ 50, 100-ൽ 100ഒക്കെ. എനിക്ക് പണ്ട് കണക്കിനൊക്കെ 53 കിട്ടിയിട്ട്. അതല്ല അമ്മ മന്ദബുദ്ധിയാന്ന് ഞങ്ങള് പറയുന്നില്ല, പിന്നെ പൊട്ടിയാന്ന് പറയുന്നത്. ആർക്കാണ് കൂടുതൽ ഭക്തി? എനിക്കാ കൂടുതൽ ഭക്തി. കൂടിപ്പോയതിന്റെ കുഴപ്പാ. അല്ല ഏട്ടാ, ഞാൻ പണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഞാനൊരു വീഡിയോ ചെയ്യാൻ വെച്ചേക്കുന്നതാണ് എൻ്റെ ഭക്തി. അതുകൊണ്ട് ഇപ്പൊ പറയത്തില്ല, എനിക്കാണ് ഭക്തി. സംഭവിച്ചു. ആർക്കാണ് സൗന്ദര്യബോധം കൂടുതൽ? ഇപ്പൊ ഈടായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അമ്മ നീ നോക്കമ്മ ഇവിടെ ഒരു കുരു വന്ന് കണ്ട. ആദ്യമോള് വരുമ്പോ ആദ്യമോളെ നോക്കും, ആദ്യമോളെ ഇവിടെ പാട് വന്ന് എന്തെങ്കിലും മരുന്നുണ്ടോ എന്നൊക്കെ ആദ്യനോട് ചോദിക്കും. എങ്കിലും കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഞാനാണ്. മറ്റേ ആനിമേ ആരാണ് കഠിനാധ്വാനി? പഠന കാര്യത്തിൽ ഇവനാണ് കഠിനാധ്വാനി. അല്ലാണ്ട് കഠിനാധ്വാനം ചെയ്യുന്നത് ഞാനാണ്. ഞാൻ ഒരേ സമയം പല കാര്യങ്ങളൊക്കെ ചെയ്ത് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അധ്വാനി.
ഇന്ന് കഞ്ഞി വെച്ചത് ഇവനാ. അടുത്ത പറ. ആരാണ് മൃഗസ്നേഹി? ഐ ലവ് യു പബ്ബു. ഐ ലവ് പബ്ബു. പബ്ബു പബ്ബു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പട്ടീനെയും പൂച്ചേനെയും ഇഷ്ടമാണ്. പണ്ട് എനിക്ക് പട്ടീനെ ഇഷ്ടമാണ്, പേടിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു പബ്ബു ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അവൻ ഇപ്പം ഞങ്ങൾ ഇവിടെ അടവിടെ ആയതുകൊണ്ട് നിർത്താൻ സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ ആലപ്പുഴ പൊള്ളത്തെ കൊണ്ട് ആക്കി. അവിടെ സിബിഐ ചായൻ്റെയും ചായൻ്റെയും കൂടെ പബ്ബും ഉണ്ട്. ചെല്ലുമ്പോൾ എന്തൊരു സ്നേഹമല്ലേടാ, ഭയങ്കര സ്നേഹമാണ്. പബ്ബു അമ്മയുടെ കുഞ്ഞേന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവന് എന്തൊരു സ്നേഹം, ഇവനെക്കാട്ടി സ്നേഹം. പറ ചോദ്യങ്ങള് അത്രയല്ല. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാക്കുന്നില്ല, നീ ഇവനുണ്ടാക്കി കൊണ്ടുവന്ന ചോദ്യമാണ്. അതിന് രസകരമായിട്ട് ഞാൻ ആൻസർ പറഞ്ഞോ, അതൊന്നും തോന്നുന്നു. അങ്ങനെ ഓക്കെ, ബൈ. ആൾക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം? അതിങ്ങനെ അളക്കാൻ പറ്റത്തില്ല. ഒരു മകൻ എന്ന നിലയിൽ അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഇപ്പം വലുതാകുമ്പോഴും അത് ഉണ്ടാവണേന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അല്ല, സത്യം പറയണ്ടേ, ഇപ്പൊ അവന് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ വിഷമിക്കാനും പറഞ്ഞല്ല, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അത്. ഇപ്പൊ അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നല്ല സുഹൃത്തുക്കളല്ലേ. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞാൻ എല്ലാ കാര്യവും ഇവനോട് പറയാറുണ്ട്, അതുപോലെ ഇവൻ എല്ലാ കാര്യവും എന്നോടും പറയാറുണ്ട്. ഞങ്ങൾ അടികൂടാറുണ്ട്, ഞങ്ങൾ സ്നേഹിക്കാറുണ്ട്, അല്ലേ? ഓക്കെ, അപ്പം ബൈ. അയ്യോ, മതി ഉമ്മ.